അല്ല, ഇനിയൊരു +2 സ്വന്തമാക്കാനായില്ലേ? പ്രത്യേകിച്ച് നമ്മളൊക്കെ ആരെയാണ് കാത്തിരിക്കുന്നത്? ഇനി എന്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്? ഇന്ന് നമുക്ക് നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ ബേസിക്കാണ് ഒരു +2 എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു +2 പോലും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മുന്നോട്ട് പോവുക, പല കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് തന്നെ പ്രയാസമാണ്. പ്രത്യേകിച്ച് വിദേശത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, മറ്റുള്ള ജോബിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഒരു +2 ഇന്ന് ബേസിക്കാണ്. അതുകൊണ്ട് ഇനിയും ഒരു +2 സർട്ടിഫിക്കറ്റ് നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് നമ്മളൊരു ജോബിന് പോകുന്ന സമയത്ത്, നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു +2 പോലും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഇൻ്റർവ്യൂവിൽ എത്രമാത്രം സ്ഥാനമുണ്ടെന്നുള്ള കാര്യം, ആ ഒരു കരിയറിലേക്ക് നമുക്ക് ഇൻ്റർവ്യൂവിന് പോകാൻ പോലും നമുക്ക് പറ്റുമോ എന്നുള്ളൊരു സാഹചര്യം നിങ്ങളൊന്ന് ഓർക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിതം വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നീടാവാം എന്ന് മാറ്റിവെച്ച് എത്ര കാലമാണ് നമ്മളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും നമ്മൾ ആരെയാണ് കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട്? അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ ആ സമയങ്ങൾ ആരെയും കാത്തിരിക്കില്ല. ജീവിതം അതൊന്നേ ഉള്ളൂ, അത് നമ്മൾ ജീവിച്ച് കാണിക്കണം, അത് വിജയിച്ച് കാണിക്കാനുള്ളതാണ്. പരാജയങ്ങൾക്ക് മുൻപിൽ കീഴടങ്ങാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇനിയും ഒരു +2 ഇല്ലാത്തതിൻ്റെ പേരിൽ സുന്ദരമായിട്ടുള്ള കരിയറുകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ, സുന്ദരമായിട്ടുള്ള ജോലി അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. ഒന്ന് വിദേശത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ സുന്ദരമായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ ആ അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. പ്രത്യേകിച്ച് പല വിദ്യാർത്ഥികളും എൻ്റെ മുൻപിൽ വളരെ സങ്കടത്തോടു കൂടി വരുന്നത് ഞാൻ പലപ്പോഴും ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഇല്ലാതിരിക്കാൻ പല വിദ്യാർത്ഥികളും പെട്ടെന്ന് വന്നിട്ട്, പ്രത്യേകിച്ച് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് ഒരു പക്ഷേ +2 ഇല്ലാത്തതിൻ്റെ പേരിൽ, ഒരു ഡിഗ്രി ഇല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ആ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴും നഷ്ടമാകുന്ന അവസരങ്ങളാണ് അവർക്ക് നമ്മുടെ പലരും വിദ്യാർത്ഥികളും അവരുടെ സങ്കടങ്ങൾ പറയാറുണ്ട്. പിന്നീട് വന്ന് പെട്ടെന്ന് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചിട്ട് സങ്കടപ്പെടുന്ന വിദ്യാർത്ഥികൾ. അതുകൊണ്ട് അങ്ങനെ ഇല്ലാതിരിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന സാഹചര്യത്തിൽ എനിക്കിതൊന്നും പറ്റില്ല, എനിക്ക് കഴിയില്ല, പ്രയാസമാണെന്ന് ചിന്തിക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഓരോ കാര്യങ്ങളിലേക്കും ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് അതിനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ തെളിയും. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ പരിശ്രമങ്ങൾ ഉണ്ടാവുക. നമ്മൾ പരിശ്രമിച്ചോ തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് എത്തുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്ന് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓൺലൈൻ ഓഫ്ലൈൻ സംവിധാനങ്ങളിലൂടെ, അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് +2 സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ, വളരെ ചുരുങ്ങിയ വളരെ ബുദ്ധിമുട്ടുകളില്ലാതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് +2 നമുക്ക് നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് നമ്മുടെ എക്സാം സെൻറ്ററുകളിൽ പോയി തന്നെ ബുദ്ധിമുട്ടുന്നതിന് പകരം എക്സാം സെൻറ്ററുകളിൽ പോവാതെ തന്നെ നമ്മുടെ വീടുകളിൽ ഇരുന്നിട്ടും, നമ്മുടെ ജോലിയിലുള്ളവരാണെങ്കിൽ അതിൻ്റെ ഇടയിലും, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലുള്ളവരാണെങ്കിലും അവർക്കൊക്കെ ഒരു +2 ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും എഴുതിയെടുക്കാനും അവരുടെയൊക്കെ കരിയർ ഏറ്റവും സുന്ദരമായ രീതിയിൽ കെട്ടിപ്പടുക്കാനും സുന്ദരമായിട്ട് മുന്നോട്ട് പോകാനും നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനുമുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ പരിശ്രമങ്ങളാണ് നമ്മുടെ മുമ്പിൽ വേണ്ടത്. നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണ് വേണ്ടത്. നമ്മൾ ചിന്തിച്ച് സമയം കളയുന്നതിന് പകരം ഓരോ നാളെയാവാം എന്ന് മാറ്റിവെക്കുന്നതിന് പകരം നാളത്തെ കാര്യം അത് ഇന്ന് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മളെ ഭാഗത്ത് നിന്നുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയും, യാതൊരു സംശയമില്ല. നമ്മുടെ ചിന്തകൾ മാറ്റിയിട്ട്, നമ്മൾ നാളത്തേക്കാക്കാം എന്നുള്ള ചിന്തകൾ മാറ്റിയിട്ട് അത് ഇന്ന് തന്നെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുക. എല്ലാവിധ സപ്പോർട്ടോടും കൂടി നിങ്ങളോടൊപ്പം സ്മാർട്ട് അക്കാഡമി ഉണ്ട്. ഒരുപാട് 1000-ൽ പരം വിദ്യാർത്ഥികളെ ജീവിത വിജയത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാനാവും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ പരിശ്രമിക്കുക, ഇറങ്ങി പുറപ്പെടുക, ഇന്ന് തന്നെ ഇറങ്ങി പുറപ്പെടുക. ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഓൾ ഓഫ് യു.